ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം. ഇന്നിവിടെ നമ്മൾ മൂന്ന് ഘട്ടങ്ങളായാണ് ഒത്തുകൂടുന്നത്. തുടക്കത്തിൽ സൂത്രേ മണിഗണ ഇവ എന്നൊരു വിഷയത്തെ അധികരിച്ച് ഒരു ഭാഷണം. അത് കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അദ്വൈതാശ്രമത്തിൽ നിന്ന് പ്രകാശനം ചെയ്ത വൈദിക ശാന്തി മന്ത്രങ്ങളുടെ ഇംഗ്ലീഷ് അനുവാദത്തിൻ്റെ പ്രകാശനം. അതിനെക്കുറിച്ച് ആ സന്ദർഭത്തിൽ നമുക്ക് പറയാം. പിന്നീട് സംശയ നിവാരണത്തിനൊരു സഭ. അങ്ങനെയാണ് ഇവിടെ നമ്മൾ ഒത്തുകൂടുന്നത്. ഈ സന്ദർഭത്തിൽ സൂത്രേ മണിഗണ ഇവ എന്ന പേരിലാണ് വിഷയം വെച്ചിട്ടുള്ളത്. വളരെ അഗാധമായ വേദാന്തത്തിൻ്റെ സാരസംഗ്രഹം എന്ന് പറയാവുന്ന ഒരു വിഷയമാണ്. നമ്മൾ രണ്ടും ഒന്നാവട്ടെ. എന്നാൽ നമുക്ക് പതുക്കെ ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ശ്രീമദ് ഭഗവത്ഗീത വേദാന്ത സാരമാണ്. ഭഗവാൻ ഭാഷ്യകാരൻ്റെ ശങ്കരാചാര്യസ്വാമികളുടെ ഭാഷയിൽ സമസ്ത വേദാർത്ഥ സാര സംഗ്രഹഭൂതമാണ്. സമസ്ത വേദങ്ങളിലും എന്തെന്തർത്ഥങ്ങളെ പറഞ്ഞിട്ടുണ്ടോ അതിൻ്റെ മുഴുവൻ സാരം ഒന്നുകൂടി സംഗ്രഹിച്ചാൽ എന്താണോ അതാണ് ഭഗവത്ഗീത. ഈ ഗീതയിൽ അർജുനനെ നിമിത്തമാക്കിയിട്ട് സർവലോകത്തിനുമായിട്ട് വേദാന്ത സാരത്തെ ഭഗവാൻ കറന്നു തരികയാണ്. കറന്നു തരികയാണെന്ന് പറയുമ്പോൾ സ്വയം അങ്ങോട്ട് ഉപദേശിക്കുകയല്ല, സർവ ഉപനിഷത്തുക്കളാകുന്ന പശുക്കളിൽ നിന്നും കറന്നു തരികയാണ്. അത് അവതരിപ്പിക്കപ്പെട്ടതോ വ്യാസഭഗവാനാൽ. 700 ശ്ലോകങ്ങളായി 18 അധ്യായങ്ങളായി വിഭജിച്ച് ഭാരതീയ തത്വചിന്തയുടെ ഏറ്റവും ഉന്നതമായ വേദാന്ത ചിന്തയുടെ സാരസംഗ്രഹം നമുക്ക് പകർന്നു തന്നു.
അതിനെ സമസ്ത വേദാർത്ഥ സാരസംഗ്രഹഭൂതമെന്ന് വിശേഷിപ്പിച്ച ശങ്കരാചാര്യസ്വാമികൾ മറ്റൊരു വാക്കുകൂടി പറഞ്ഞ് വിശേഷിപ്പിച്ചിട്ടുണ്ട്, ദുർവിജ്ഞേയാർത്ഥമെന്ന്. മനസ്സിലാക്കാൻ വളരെ വിഷമമുള്ളതാണെന്ന്. ദുർവിജ്ഞേയാർത്ഥമാണ്. വളരെ സമ്പ്രദായ ശുദ്ധിയോടുകൂടി ഗുരുവിൽ നിന്ന് ശ്രവണം ചെയ്ത് നല്ലപോലെ മനനം ചെയ്ത് സംശയങ്ങൾ വീണ്ടും ശ്രവണത്തിലൂടെ മനനത്തിലൂടെ നീക്കി അങ്ങനെ ഗ്രഹിക്കേണ്ടതാ ഗീതാർത്ഥം. അങ്ങനെയുള്ള ഗീതയുടെ മധ്യഭാഗം, ആ മധ്യഭാഗത്തിനൊരു വിശേഷമുണ്ട്. മറ്റെല്ലാ അധ്യായങ്ങൾക്കും ആരോ കൽപ്പിച്ച പേരുകളാണ്. ഗീതയുടെ ഓരോ അധ്യായത്തിനും ആരാ പേരിട്ടതെന്ന് ചോദിച്ചാൽ നമുക്കാർക്കും അറിയില്ല. പക്ഷേ മധ്യത്തിലുള്ള 9-ാം അധ്യായത്തിന് മൂലത്തിൽ തന്നെ പേരുണ്ട്. രാജവിദ്യ രാജഗുഹ്യം പവിത്രമിതമുത്തമം. ഇത് രാജവിദ്യയാണ്, രാജഗുഹ്യമാണ്, പവിത്രമാണ്, ഉത്തമമാണ്. ഈ വാക്യത്തെ പിൻപറ്റി അധ്യായത്തിന് പേര് കൽപ്പിക്കപ്പെട്ടതും രാജവിദ്യ രാജഗുഹ്യമാണ്. വിദ്യകളുടെ രാജാവ്, രഹസ്യങ്ങളുടെ രാജാവ്, വിദ്യകളുടെ രാജാവ്, രഹസ്യങ്ങളുടെ രാജാവ്. ഈ രഹസ്യം എന്ന് പറഞ്ഞാൽ എന്താ? ചിലർ മനസ്സിലാക്കിയിട്ടുള്ളത് രഹസ്യം എന്ന് പറഞ്ഞാൽ പറയാൻ പാടില്ലാത്തത് എന്നാ. പറയാൻ പാടില്ലാത്തതല്ല രഹസ്യം, മറിച്ച് ഉത്തമന്മാരോട് മാത്രം പറഞ്ഞു കൊടുക്കേണ്ടതാണ്, ഉത്തമന്മാരിലൂടെ കൈമാറപ്പെടേണ്ടതാണ്, എക്കാലവും നിലനിൽക്കേണ്ടതാണ്. ഒരിക്കലും ഈ ഭൂമുഖത്തിൽ നിന്ന് നഷ്ടപ്പെടരുതാത്ത അറിവാണ് രഹസ്യങ്ങൾ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഈ വിഷയത്തിൽ പലരും തെറ്റിദ്ധരിച്ചിട്ടാണുള്ളത്. പലരും. ഒരു ഉദാഹരണം പറയാം. ഒരിക്കൽ ഒരു വീട്ടിൽ ആ വീട്ടമ്മ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നല്ല തിളച്ച് വെന്ത് ഇരിക്കുന്ന അവസ്ഥയിലുള്ള വെള്ളം, അരി വെന്ത് ചോറായിട്ട് അത് വാർക്കാൻ വേണ്ടി എടുത്തതാ. അത് വാർക്കുന്ന സമയത്ത് അവരുടെ ദേഹത്തു കൂടിയായി തിളയ്ക്കണ ചൂടുവെള്ളം, കൊഴുത്ത വെള്ളം, ഒന്നാകെ പൊള്ളി അരയ്ക്ക് താഴോട്ട് മുഴുവൻ. ഇത്ര മാരകമായ പൊള്ളലാണ്, നമുക്ക് പറയാൻ പോലും പറ്റില്ല. ആകെ ബഹളായി. അടുത്ത വീട്ടിലെ മുത്തശ്ശി ഓടി വന്ന് പറമ്പ് പോയി എന്തോ ഒരു പച്ചമരുന്ന് പറിച്ചു കൊണ്ടുവന്ന് ഇവർക്ക് പുരട്ടിക്കൊടുത്തു. ഒരു പാടുപോലും ഇല്ലാതെ പൊള്ളൽ മാറി. ഒരു പാടുപോലും ഇല്ല. നമുക്ക് വിശ്വസിക്കാനൊക്കില്ല. പലരും ഈ മുത്തശ്ശിയോട് ചോദിച്ചു, മുത്തശ്ശി ആ മരുന്ന് എന്താ, ഒന്ന് പറഞ്ഞു തരുമോ? അയ്യോ, പറഞ്ഞു തരാൻ പാടില്ല, പറഞ്ഞാൽ ഫലം പോവും. പലരും ചോദിച്ചു ആ മുത്തശ്ശിയോട്. അതാർക്കും ഉപദേശിച്ചു കൊടുക്കാതെ ആ മുത്തശ്ശി മരിച്ചു. ഇനി നമുക്കാർക്കെങ്കിലും അറിയോ ആ മരുന്ന് എന്താന്ന്? നേരെ മറിച്ച് അത് ഒരാൾക്ക് കൈമാറിയിരുന്നെങ്കിൽ ചിന്തിക്കുക. രഹസ്യങ്ങളായ അറിവുകൾ കൈമാറാതെ നശിപ്പിക്കേണ്ടതല്ല, മറിച്ച് ഉത്തമന്മാർക്ക്, യോഗ്യന്മാർക്ക് കൈമാറി പ്രചരിപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ ഉത്തമ രഹസ്യം, വിദ്യകളുടെ രാജാവ്, അതിനെ ഭഗവാൻ 9-ാം അധ്യായത്തിൽ പറഞ്ഞു.
സാരഭൂതമായിട്ട് ഭഗവത്ഗീതയുടെ, ഉപനിഷത്തിൻ്റെ, വേദാന്ത വിചാരത്തിൻ്റെ സാരഭൂതമായിട്ട് ഒരു ശ്ലോകത്തിൽ, ഒരു വാക്യത്തിൽ നമുക്ക് പറഞ്ഞു തന്നു. ഒരു സൂത്രം പോലെ. ആ സൂത്രത്തിലെ ഒരു വാചകമാണ് ഇവിടെ വിഷയമായിട്ട് വെച്ചിട്ടുള്ളത്. സൂത്രേ മണിഗണ ഇവ. അതെന്താ അത്? ഭഗവാൻ പറയുകയാണ് നമ്മൾ ഓരോരുത്തരോടും മത്ത പരതരം നാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിദം പ്രോതം സൂത്രേ മണിഗണ ഇവ. മത്ത പരതരം അന്യത് കിഞ്ചിത് ന അസ്തി ഹേ ധനഞ്ജയ. അല്ലയോ ധനഞ്ജയ. ധനഞ്ജയനെ പേര് വിളിച്ച് പറയുന്നതേ ഉള്ളൂ. പറയണത് ധനഞ്ജയനോടൊന്നുമല്ല, നമ്മൾ ഓരോരുത്തരോടുമാണ്. ഗീത പഠിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഉപദേശിക്കുന്നത് അർജുനനോടാണ്, പക്ഷെ അർജുനനോടല്ല. ഈ വിഷയം ഭഗവാൻ ഭാഷ്യകാരൻ സ്പഷ്ടമാക്കുന്നുണ്ട്. അർജുനം നിമിത്തീകൃത്യ സർവലോകോപകാരാർത്ഥം ആഹ ഭഗവാൻ വാസുദേവ എന്ന്. അർജുനം നിമിത്തീകൃത്യ, അർജുനനെ നിമിത്തമാക്കിയിട്ട് സർവലോകോപകാരാർത്ഥം, സർവലോകത്തിൻ്റെയും ഉപകാരത്തിനായിക്കൊണ്ട് ആഹ പറഞ്ഞു ഭഗവാൻ വാസുദേവൻ എന്ന്. അപ്പം നമ്മൾ ഓരോരുത്തരോടും പറയണത് എന്താ പറയുന്നത്? മത്തഃ പരതരം അന്യത് കിഞ്ചിത് ന അസ്തി ഹേ ധനഞ്ജയ. എന്നേക്കാൾ പരമായിട്ട് ഒന്നുമില്ല എന്ന് നീ അറിയൂ ധനഞ്ജയ. മയി സർവമിതം പ്രോതം. മയി എന്നിൽ, ഇതം സർവം ഇതെല്ലാം പ്രോതം കോർക്കപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെ? സൂത്രേ മണികടായിവ. സൂത്രത്തിൽ നൂലിൽ മുത്തുമണികൾ എന്ന പോലെ. ഇതാണ് ശ്ലോകാർത്ഥം. നോക്കൂ, നമുക്കല്പം വിചാരം ചെയ്യാം. ഒരു വേദാന്തത്തിൻ്റെ സാരസംഗ്രഹമായതുകൊണ്ട് അതിൻ്റെ ഗരിമയോടുകൂടി അത് ചിന്തിക്കാനുള്ളൊരു പരിശ്രമത്തോടു കൂടി നമ്മൾ ഒത്തൊരുമിക്കണം. എന്നാലേ ഈ ശ്ലോകത്തിനുള്ളിലേക്ക് പോകാൻ പറ്റൂ. അങ്ങനെ നമ്മൾ രണ്ടും ഒന്നാവട്ടെ. സകല ദർശനങ്ങളും സകല തത്വചിന്തകളും, അല്പം കൂടി വിപുലമായി പറയട്ടെ, സർവശാസ്ത്രങ്ങളും, ആ ശാസ്ത്രത്തെ ആധ്യാത്മികമെന്നോ ഭൗതികമെന്നോ ഒന്നും തരംതിരിക്കേണ്ട ആവശ്യമില്ല. സകല ശാസ്ത്രങ്ങളും ആവിർഭവിക്കുന്നത് മനുഷ്യൻ്റെ സത്യാന്വേഷണത്തിൽ നിന്നാണ്. മനുഷ്യൻ്റെ സത്യാന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ ശാസ്ത്രങ്ങളും. ഒരു കാരണവശാലും അവയെ ഭൗതിക ശാസ്ത്രം ആധ്യാത്മിക ശാസ്ത്രം എന്നൊന്നും വിഭജിക്കേണ്ട ആവശ്യമില്ല. പ്രാചീനമെന്നോ ആധുനികമെന്നോ വിഭജിക്കേണ്ട ആവശ്യമില്ല. ചിലർ പറയും പോലെ പാശ്ചാത്യമെന്നോ പൗരസ്ത്യമെന്നോ വിഭജിക്കേണ്ട ആവശ്യമില്ല. ശാസ്ത്രം അതിനൊരു നൈരന്തര്യമുണ്ട്. സകല ശാസ്ത്രങ്ങളും മനുഷ്യൻ്റെ തത്വജിജ്ഞാസയിൽ നിന്നാണ് ഉയർകൊള്ളുന്നത്. ആ ജിജ്ഞാസയെ നമ്മൾ പരിശോധിച്ചാൽ അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ ജിജ്ഞാസ എവിടുന്ന് ആരംഭിക്കുന്നത്? ഞാൻ എൻ്റെ ചുറ്റും കാണുന്ന ഈ വൈവിധ്യപൂർണമായ പ്രപഞ്ചം എന്താണ്? ഇതാണ് ജിജ്ഞാസയുടെ ആരംഭം. ഞാൻ എൻ്റെ ചുറ്റും തീർത്തും വ്യത്യസ്ത ഘടകങ്ങളോടുകൂടിയ തീർത്തും വിലക്ഷണമായ
പ്രപഞ്ചത്തെ കാണുന്നു. ഒന്നിനൊന്ന് വ്യത്യസ്ത ഘടകങ്ങളോടുകൂടിയ പ്രപഞ്ചം. ഒന്നിനെ പോലില്ല മറ്റൊന്ന്. എല്ലാം വിഭിന്നങ്ങൾ. ഇതിനെ ഞാൻ കാണുന്നു. എന്താണിത്? എന്താണ് ഈ പ്രപഞ്ചം എന്നല്ല, കാര്യമുണ്ടെങ്കിൽ കാരണമുണ്ടായിരിക്കണം. കാരണത്തിൽ നിന്നല്ലാതെ കാര്യം ഉണ്ടാവില്ല. ആകസ്മികം എന്നൊന്നില്ല. ആകസ്മികമായി സംഭവിച്ചു എന്ന് ആരും പറഞ്ഞേക്കരുത്. ആകസ്മികം എന്നൊന്നില്ല. കാര്യമുണ്ടെങ്കിൽ കാരണം ഉണ്ടാവും. കാരണത്തിൽ നിന്നേ കാര്യമുണ്ടാകും. എങ്കിൽ ഈ വൈവിധ്യപൂർണമായ പ്രപഞ്ച പ്രതിഭാസത്തിൻ്റെ മുഴുവൻ കാരണം എന്താണ്? എന്താണ് ഇതിൻ്റെ കാരണം? ഏതൊരു കാരണത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവൻ ആവിർഭവിച്ചിട്ടുള്ളത്? രണ്ടാമത്തെ സംശയം. അതിനോട് ചേർന്നിതാ മൂന്നാമത്തെ സംശയം വരികയായി. തീർത്തും വ്യത്യസ്ത ഘടകങ്ങളോട് കൂടിയതാണെങ്കിലും വ്യക്തമായ ഒരു നിയമക്രമത്തിൽ ഇത് മുഴുവൻ പ്രവർത്തിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിലെ സമസ്ത ഘടകങ്ങളും വ്യക്തമായൊരു നിയമത്തിന് വിധേയമായി പ്രവർത്തിക്കുന്നത് ഞാൻ കാണുന്നു. ഇന്ന ദേശത്ത് ഇന്നത്, ഇന്ന കാലത്ത് ഇന്നത്, ഇന്ന വസ്തുവിന് ഇന്ന വ്യക്തിക്ക് ഇന്നത് എന്ന തോതിൽ സുഘടിതമായ ഒരു നിയമവ്യവസ്ഥ. നിയമവ്യവസ്ഥ നിലനിൽക്കണമെങ്കിൽ നിശ്ചയമായും ഒരു നിയാമകൻ വേണം. ആരാണ് നിയാമകൻ? ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഈശ്വരൻ ആരാണ്? ഈശനം ചെയ്യുന്നവൻ, നിയന്ത്രണം ചെയ്യുന്നവൻ ആരാണ്? സർവോപരി, അതെ, സർവോപരി ഇപ്രകാരമൊക്കെ ചിന്തിക്കുന്ന ഞാൻ ആരാണ്? ഞാൻ ഈ മാംസപിണ്ഡമോ, നിത്യവും മാറിക്കൊണ്ടേയിരിക്കുന്ന ഈ രൂപമോ, ആരാലോ കൽപ്പിക്കപ്പെട്ട നാമമോ? എന്താണ് ഞാൻ? ആരാണ് ഞാൻ? ചുരുക്കി പറയട്ടെ, ഈ ജഗത്തിനെ സംബന്ധിച്ചും ഈശ്വരനെ സംബന്ധിച്ചും ജീവനെ സംബന്ധിച്ചും എന്നും മനുഷ്യൻ ജിജ്ഞാസുവായിരുന്നു. എന്നും മനുഷ്യൻ ജിജ്ഞാസുവായിരുന്നു. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ത്? ഈ ഒരു ജിജ്ഞാസ അത് മനുഷ്യന് സഹജമാണ്. അത് മനുഷ്യന് സഹജമാണ്. അറിയാനുള്ള സാമർഥ്യത്തോടു കൂടിയവനാണല്ലോ മനുഷ്യൻ. മറ്റെല്ലാ ജീവരാശിയിൽ നിന്നും അവനെ ഭിന്നനാക്കുന്നത് അവൻ്റെ അറിയാനുള്ള സാമർഥ്യമാണല്ലോ. അങ്ങനെയല്ലേ മനുഷ്യൻ, മാനവൻ എന്നുള്ള പേര് തന്നെ വരുന്നത്. മനു അവബോധന എന്നുള്ള ധാതുവിൽ നിന്നാണ് മനുഷ്യനെന്നും മാനവനെന്നും ഒക്കെ വരുന്നത്. ഇതിൽ തന്നെയാവില്ലേ മാൻ എന്നൊക്കെ വന്നിട്ടുണ്ടാവുക? ഇൻഡോ യൂറോപ്യൻ ഭാഷകളുടെ വേര് തേടി പോയി നോക്കൂ. അതിലൊരു പ്രിഫിക്സ് ചേർന്ന് ഉമനുവായി. അതെ, മനു അവബോധനെ. ഈ അവബോധന സാമർഥ്യത്തോടു കൂടിയ, അറിയാനുള്ള സാമർഥ്യത്തോടു കൂടിയ മനുഷ്യൻ എന്ന് ജനിച്ചു അന്ന് മുതൽ ഈ പ്രപഞ്ചം അവൻ്റെ മുമ്പിൽ വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. അതിനെയാണ് നമ്മളിവിടെ 3 ശീർഷകങ്ങളായി പിരിച്ചത്: ജഗത്ത്, ഈശ്വരൻ, ജീവൻ. എന്താണ് ഇതിൻ്റെയൊക്കെ രഹസ്യം? അറിയാൻ എന്നും പരിശ്രമിച്ചു മനുഷ്യൻ, എന്നും പരിശ്രമിച്ചു. പലപ്പോഴും നമ്മൾ
മറ്റ് പല മേഖലകളിലും പെട്ട് ഇത്തരം ജിജ്ഞാസകളെയൊക്കെ ഒന്ന് മാറ്റി വെച്ചെന്ന് വരും, നീക്കുപോക്കുകൾ ചെയ്തെന്ന് വരും. എന്നാൽ സത്യാന്വേഷികൾ അറിഞ്ഞേ പിന്തിരിയൂ എന്ന ദൃഢനിശ്ചയത്തോടു കൂടിയവർ അതിനിശിതങ്ങളായ അന്വേഷണങ്ങളിലൂടെ, അതിതീവ്രങ്ങളായ തപശ്ചര്യകളിലൂടെ എന്താണ് ഈ പരമസത്യം, എന്താണ് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം, അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. വാസ്തവത്തിൽ ഈ മനുഷ്യൻ്റെ അന്വേഷണത്തിന് നമുക്ക് ലഭിച്ചിട്ടുള്ള, ഋഷിമാരിലൂടെ ലഭിച്ചിട്ടുള്ള ആത്യന്തികമായ സമാധാനമാണ് വേദങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതെ, വേദമെന്ന് പറഞ്ഞാൽ തന്നെ അറിവെന്നർത്ഥം. അറിവ് പ്രപഞ്ച സംബന്ധിയായി, പ്രപഞ്ച കാരണത്തെ സംബന്ധിച്ച്, പ്രപഞ്ച നിയാമകമായ സത്യത്തെ സംബന്ധിച്ച്, തന്നെ സംബന്ധിച്ച് എല്ലാമുള്ള ആത്യന്തികമായ അറിവ്. ഈ വേദത്തിൻ്റെ അന്തമാണ്, നിഗമനമാണ് വേദാന്തം, താത്പര്യ നിർണയം. ആ വേദാന്ത താത്പര്യത്തെയാണ് നമുക്ക് ഭഗവത്ഗീതയിലൂടെ പഠിക്കാൻ സാധിക്കുന്നത്. ഇവിടെ പല ദാർശനിക മേഖലകളിൽ, അന്വേഷണത്തിൻ്റെ പല തലങ്ങളിൽ ചിന്തകന്മാർ വ്യത്യസ്ത ദൃഷ്ടികളിലൂടെ സത്യാപഗ്രഥനം ചെയ്തു. അതെ, വ്യത്യസ്ത ഋഷീശ്വരന്മാർ പല പല വീക്ഷണകോണുകളിലൂടെ അന്വേഷിക്കുകയും തങ്ങൾ കണ്ടെത്തിയതിനെ സമാജത്തിന് അവരുടെ ശിഷ്യന്മാരിലൂടെ പകർന്നു നൽകുകയും ചെയ്തു. അങ്ങനെ വ്യത്യസ്തങ്ങളായ ദർശനങ്ങൾ ഈ വേദ കൽപ്പതരുവിൻ്റെ കീഴിൽ ആവിർഭവിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പരമമായ, നമ്മുടെ പ്രജ്ഞയ്ക്ക് ഇതിലപ്പുറത്തേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത വിധത്തിൽ, ഒരു സംശയത്തെ ശേഷിപ്പിക്കാത്ത വിധത്തിൽ ഈ ചോദ്യങ്ങൾക്ക് മുഴുവൻ ഉത്തരം വേദാന്ത ശാസ്ത്രത്തിൽ നമുക്ക് ഋഷീശ്വരന്മാർ പകർന്നു തന്നു. ആ ചിന്താധാരയാണ് നമുക്കറിയാം ശങ്കരാചാര്യ സ്വാമികളും മറ്റും വിശദീകരിച്ച് നമുക്ക് പറഞ്ഞു തന്നത്. ഇവിടെ വലിയൊരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട്. അദ്വൈത സ്ഥാപകനാണ് ശങ്കരാചാര്യരെന്ന്. തെറ്റാണ്. അദ്വൈതം വേദാന്തത്തിൻ്റെ കാതലാണ്, വേദാന്തത്തിൻ്റെ സാരസംഗ്രഹമാണ്. ഈ വേദാന്ത സാരമായ അദ്വൈത ദർശനത്തെ ശ്രുതിക്കും യുക്തിക്കും അനുഭവത്തിനും അനുസരിച്ച് പ്രചരിപ്പിക്കുകയാണ് ശങ്കരാചാര്യസ്വാമികൾ ചെയ്തത്. അതുകൊണ്ട് അദ്വൈത ദർശനത്തിൻ്റെ ശക്തനായ പ്രചാരകനായിരുന്നു ശങ്കരാചാര്യസ്വാമികളെന്ന് നമുക്ക് കാണാൻ കഴിയും. അല്ലാതെ അദ്വൈത സ്ഥാപകനെന്ന് പറയരുത്. അദ്വൈതം വ്യക്തിയാൽ സ്ഥാപിക്കപ്പെട്ടതല്ല. തിലേഷു തൈലവത് വേദേ വേദാന്ത സുപ്രതിഷ്ഠിത. എള്ളുകണങ്ങളിൽ എണ്ണ എന്ന പോലെ വേദത്തിൽ വേദാന്തം നിലകൊള്ളുന്നു. എള്ളുകണങ്ങളിൽ എണ്ണ എന്ന പോലെ, ശ്രദ്ധിക്കണം. അപ്പോൾ എള്ളുകണത്തിൽ എവിടെയാ എണ്ണ ഇരിക്കണേ? എല്ലായിടത്തും. പക്ഷേ അത് ലഭിക്കണമെങ്കിൽ നമ്മൾ പാകത്തിന് ഉണക്കണം. ഒരു നിശ്ചിത പാകമാകുമ്പോൾ കൊയ്തെടുത്ത് ഒരു പാകത്തിനുണക്കി പുറന്തൊലി കളഞ്ഞ് ധാന്യം മാത്രം എടുത്ത്, കണം മാത്രം എടുത്ത്
പാകപ്പെടുത്തി അതാട്ടി പിണ്ണാക്ക് മാറ്റി എണ്ണ നടണം. എന്നാൽ മാത്രമേ എണ്ണ കിട്ടൂ. അതെ, അല്ലാതെ എണ്ണ കിട്ടില്ല. പാലിൽ നിന്ന് നെയ്യെടുക്കുന്നതും ഇങ്ങനെ തന്നെ നല്ലപോലെ കാച്ചി പാകത്തിന് വെച്ച് പാകം തണുപ്പാവുന്ന സമയത്ത് ഉറവൊഴിച്ച് ഇളക്കാതെ വെക്കണം. ഇളക്കരുത്. ഇളക്കാതെ ഒരിടത്ത് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല ലക്ഷണമുള്ള തൈരായി. ഇനിയിപ്പോൾ അത് കടഞ്ഞ് മോര് മുഴുവൻ മാറ്റിയാൽ നല്ല വെണ്ണ കിട്ടും. നെയ്യ് കിട്ടിയിട്ടില്ല. ഇനി ആ വെണ്ണ പാകത്തിന് പതുക്കെ ചൂടാക്കണം. ജലാംശം മുഴുവൻ വറ്റിക്കഴിഞ്ഞാൽ ശുദ്ധമായ നെയ്യ് കിട്ടും. എത്ര കാലം വേണമെങ്കിൽ സൂക്ഷിക്കാം. ഇതുപോലെ വേദത്തിൻ്റെ സാരഭൂതമായ താത്പര്യം, രണ്ടാമതൊന്നില്ല, ഏകമാണ് സത്യം, അദ്വിതീയമാണ് സത്യം എന്നുള്ള വേദാന്ത താല്പര്യം എള്ളുകണത്തിൽ എണ്ണ എന്ന പോലെ നിലനിൽക്കുന്നുണ്ട്. ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ ഈ പറഞ്ഞ പ്രക്രിയകളൊക്കെ ചെയ്ത് നമുക്ക് എടുത്ത് കാണിച്ചു തന്നു. അത്രയേ ഉള്ളൂ. അതുപോലെ അനാദിയായ ആചാര്യ പരമ്പര നമുക്ക് എടുത്ത് കാണിച്ചു തന്നു. ഈ എടുത്ത് കാണിക്കലാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവത്ഗീതയിലും ചെയ്യപ്പെട്ടിട്ടുള്ളത്. മത്തഃ പരതരം ന അന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ. ഹേ അർജുന, എന്നിൽ നിന്ന് പരമായിട്ട് ഒന്നും തന്നെ ഇല്ല. നോക്കൂ, ഞാനുണ്ട്, നീയുണ്ട്, അതുണ്ട്, ഇതുണ്ട്. നമ്മൾ പലതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പലത് പലത് പലത്. പക്ഷേ എല്ലാം നിലകൊള്ളുന്നത്, എല്ലാത്തിലും അനുസ്യൂതമായിരിക്കുന്നത് ഒരു ഉണ്മ മാത്രമാണ്. സുലളിതമായി ശ്രീനാരായണ ഗുരുദേവൻ അസ്തി അസ്തി എന്ന് സകലോപരി നിൽപ്പതൊന്നേ സത്യം. അസ്ഥി അസ്ഥി, ഉണ്ട് ഉണ്ട്, ആകുന്നു ആകുന്നു എന്ന് പറയുകയാണ് പലതിനെ സംബന്ധിച്ച്. ഈ ഉണ്ട് ആകുന്നു എന്ന് നമ്മൾ എന്തിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടോ അതിനെല്ലാം ഉപരി നിൽക്കുന്ന ഒരു സത്യം. ആ സത്യം ഭിന്നമായിട്ട് എന്തുണ്ട്? ഒന്നുമില്ല. ചിന്തിക്കുക. ഒരു പെൺകുട്ടി അവളുടെ വിവാഹം നിശ്ചയിച്ചു. അവിടെ കുട്ടീനെയാണോ കല്യാണം കഴിക്കണത്, അല്ല ആഭരണങ്ങളെയാണോ എന്നൊന്നും അറിയില്ല കേട്ടോ. അങ്ങനെയാണ് അന്നത്തെ കാലത്തിൻ്റെ പോക്ക്. അതെ, ഏതായാലും സ്വർണം വാങ്ങണം അത്രേ. അതിൻ്റെ ശരിതെറ്റുകളിലേക്കൊന്നും ഇവിടെ കടന്നിട്ടില്ലേ? അതൊക്കെ നിങ്ങൾ ചിന്തിച്ചോളാം. ചോദിച്ചത്രയേ ഉള്ളൂ, പെൺകുട്ടിയാണോ കല്യാണം കഴിക്കണതല്ല ആഭരണങ്ങളെയാണോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. ഏതായാലും ഈ കുട്ടിക്ക് കുറേ ആഭരണങ്ങൾ മേടിക്കണം. അച്ഛനാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ അവരൊരു ജ്വല്ലറി പോയി, അച്ഛനും കുഞ്ഞും. ഇപ്പം അവിടെ 3 പേരാണ് നമ്മുടെ ചർച്ചയിൽ. അത് 2 പേരല്ലേ ഉള്ളൂ സ്വാമി, അച്ഛനും കുഞ്ഞും പോയി എന്ന് പറഞ്ഞിട്ട് 3 പേരാണോ? അതെ, 3 പേര്. ഒന്ന്, ആഭരണം വാങ്ങാൻ പോയ കുട്ടി. മകൾക്ക്
സ്വർണ്ണാഭരണം വാങ്ങിക്കൊടുക്കുന്ന അച്ഛൻ, സ്വർണം വിൽക്കുന്ന ജ്വല്ലറി ഉടമസ്ഥനും. ശ്രദ്ധിക്കണേ, എന്നാലേ മനസ്സിലാവുള്ളൂ. ഒന്നുകൂടി ആവർത്തിക്കാം. ഒന്ന്, ആഭരണം വാങ്ങാൻ പോകുന്ന കുട്ടി. 2, തൻ്റെ മകൾക്ക് സ്വർണ്ണാഭരണം വാങ്ങിക്കൊടുക്കാൻ പോകുന്ന അച്ഛൻ. 3, സ്വർണം വിൽക്കുന്ന ജ്വല്ലർ, കടയുടമ. ഇങ്ങനെ 3 അവിടെയുള്ളത്. കുട്ടിക്ക് എന്താ വേണ്ടത്? കുട്ടിക്ക് വേണ്ടത് വിശിഷ്ടമായിട്ട് നല്ലതെന്ന് തനിക്ക് തോന്നുന്ന, ഇത് ധരിച്ചാൽ ഞാൻ വലിയ സുന്ദരിയാവും എന്നൊക്കെ സ്വയം ആ കുഞ്ഞ് സങ്കല്പിക്കുന്ന, വിചാരിക്കുന്ന ആഭരണ വിശേഷങ്ങളാണ് കുട്ടിക്ക് വേണ്ടത്. അതിന് കണക്കൊന്നുമില്ല. എത്ര കിട്ടിയാലും സന്തോഷം. എത്ര ആഭരണം കിട്ടിയോ അത്രയും സന്തോഷം കുഞ്ഞിന്. പക്ഷേ അച്ഛൻ മകൾക്ക് സ്വർണ്ണാഭരണമാണ് വാങ്ങിക്കൊടുക്കുന്നത്. തൻ്റെ മകൾക്ക് നല്ലോണം ആഭരണം വേണമെന്ന ആഗ്രഹം അച്ഛനുണ്ട്. പക്ഷേ തൻ്റെ പോക്കറ്റ് കൊള്ളുന്ന, തൻ്റെ പോക്കറ്റിന് വഹിക്കാൻ കഴിയുന്ന സ്വർണമേ വാങ്ങിക്കൊടുക്കാൻ കഴിയൂ. ഈ 2 പേരിൽ നിന്നും ഭിന്നനായിട്ട് അവിടെ ജ്വല്ലറിയുടെ ഉടമസ്ഥനുണ്ട്. അത് പറയാൻ വിട്ടുപോയി. ആ ജ്വല്ലറിയുടെ വിശേഷം നിങ്ങൾക്കറിയോ? പണിക്കൂലി ഈടാക്കാത്ത ജ്വല്ലറിയാ. കേവലം പരസ്യത്തിലല്ല. ആ പരസ്യം കൊടുക്കുന്ന ഇഷ്ടം പോലെ പേരുണ്ട്, അതല്ല. സത്യമായിട്ടും അവർ പണിക്കൂലി ഈടാക്കുന്നില്ല. അപ്പം പിന്നെ അവിടെ എന്തിന് പൈസ കൊടുത്താൽ മതി? ആർക്ക് പൈസ കൊടുത്താൽ മതി? സ്വർണത്തിന് പൈസ കൊടുത്താൽ മതി. ആഭരണത്തിന് കൊടുക്കണ്ട. ആഭരണം ഫ്രീയാ. ആഭരണം അവിടെ 100% സൗജന്യമാണ്. കാരണം ആഭരണത്തിന് പൈസ കൊടുക്കണ്ട, പണിക്കൂലി ഈടാക്കുന്നില്ല. പിന്നെ ഇതിന് ആഭരണത്തിന് കൊടുക്കുന്നേ? സ്വർണത്തിന് കൊടുത്താൽ പോരെ? സ്വർണം വിവിധ ആകൃതി വിശേഷങ്ങളിലാക്കി വിവിധ ചമൽക്കാരങ്ങളുള്ള ആഭരണങ്ങളാക്കി തീർക്കാനാണല്ലോ പണി. ആ പണിക്ക് അവർ കൂലി ഈടാക്കുന്നില്ല. അപ്പം പിന്നെ ഇതിന് കൊടുത്താൽ മതി? സ്വർണത്തിന് കൊടുത്താൽ മതി. ഈ പറഞ്ഞ ദൃഷ്ടാന്തത്തിൽ ഈ പെൺകുട്ടി കാണുന്നത് അവിടെ ഒന്നാണ്, ആഭരണം. ആഭരണ ദൃഷ്ടിയാണ് ആ കുട്ടിക്ക്. അച്ഛന് 2 ദൃഷ്ടി, സ്വർണ്ണ ദൃഷ്ടിയും ആഭരണ ദൃഷ്ടിയും. കടയുടമസ്ഥനോ 1 ദൃഷ്ടി, സ്വർണ്ണ ദൃഷ്ടി. ഇതിലേതാണ് നിലനിൽക്കുന്ന ദൃഷ്ടി? ഏതാ ശരിയായ ദൃഷ്ടി എന്ന് ചോദിച്ചിട്ടില്ല. കാരണം എല്ലാം ശരിയാ. 3 തലത്തിൽ 3 ശരിയാ. ഏതാണ് നിലനിൽക്കുന്ന ദൃഷ്ടി? ഏതാ? പെൺകുട്ടിയുടെ ആഭരണ ദൃഷ്ടി നമുക്കെടുക്കാം. ഇത് കൊണ്ടുവന്ന് ആഭരണമൊക്കെ കെട്ടി പൊതിഞ്ഞു കൊണ്ടുവന്ന് എന്തൊക്കെയോ ആയിട്ടൊക്കെ ധരിച്ചു. എങ്ങനെയാണെന്നൊന്നും പറയാൻ വയ്യ. ഒന്നുകിൽ കള്ളം മോഷ്ടിച്ചു, അല്ലെങ്കിൽ പണയം വയ്ക്കാൻ വേണ്ടിയിട്ട് ഭർത്താവ് തന്നെ എടുത്തു, അല്ലെങ്കിൽ ഒരു അത്യാവശ്യം വന്നപ്പോൾ തൂക്കി വിറ്റു. ഇതൊന്നും അല്ലെങ്കിൽ ഇത്രക്കൊക്കെ ആഭരണം സൂക്ഷിക്കുക എങ്ങനെയാ? ഏതോ കാരണവശാൽ അത് വിൽക്കണ്ടിയോ ഉരുക്കണ്ടിയോ വന്നു. ഇപ്പം അതെല്ലാം ഉരുക്കി. ഇപ്പം ആഭരണം ഉണ്ടോ? ഇല്ല. ഇപ്പോൾ ഇല്ല, ആഭരണം ഇല്ല. എത്ര തൂക്കം സ്വർണം എന്നുള്ളതാണ് കച്ചവടക്കാരൻ്റെ ദൃഷ്ടി. എൻ്റെ മകൾക്ക് യോജിക്കുന്ന എത്ര ആഭരണം, എൻ്റെ പൈസയ്ക്ക് യോജിക്കുന്ന എത്ര സ്വർണം, ഇതാണ് അച്ഛൻ്റെ ദൃഷ്ടി. മകളുടെ ദൃഷ്ടി എത്ര ചമൽക്കാരപൂർണമായ ആഭരണം എന്നുള്ളതാണ്. അതിപ്പോൾ പൊളിഞ്ഞുപോയി, അതില്ല, അത് നിലനിൽക്കുന്നതല്ല. കാരണം ഒന്ന് ഒരുക്കിയപ്പോഴത്തേക്ക് ആഭരണം ഇല്ല. ആഭരണം ഉള്ളപ്പോൾ ആഭരണം ഉണ്ട്, പക്ഷെ ഇപ്പം ആഭരണം ഇല്ല. ചിന്തിക്കുക.
കട ഉടമസ്ഥൻ്റെ ദൃഷ്ടിയോ അത് സ്വർണ്ണ ദൃഷ്ടിയാണ്. ആഭരണം ഉണ്ടാവുന്നതിന് മുമ്പും സ്വർണം, ആഭരണമായിരിക്കുമ്പോഴും സ്വർണം, ആഭരണം ഉരുക്കിയാലും സ്വർണം. ആഭരണം ആവുന്നതിന് മുമ്പ് സ്വർണം, ആഭരണമായിരിക്കുമ്പോൾ സ്വർണം, ആഭരണം ഇല്ലാതായാലും സ്വർണം. ഈ സ്വർണ്ണ ദൃഷ്ടി മാറുന്നില്ല. ചിന്തിക്കുക. പലപ്പോഴും നമ്മൾ കേവലം ആഭരണ ദൃഷ്ടിയിൽ മാത്രം കുടുങ്ങിപ്പോകുന്നു. ഈ ലോകത്തിൽ കാണപ്പെടുന്ന ദൃശ്യപ്രപഞ്ചത്തിൽ മാത്രം കുടുങ്ങിപ്പോകുന്നു നമ്മൾ. ഇത് തന്നെ സത്യമെന്ന് വിചാരിച്ച് കഴിയുന്നു നമ്മൾ. ഈ സംസാരത്തിലെ സകല ക്ലേശങ്ങളും അതിൻ്റെ പരിണാമമാണ്. ഇത് നിലനിൽക്കുന്നതല്ല, ഇതൊന്നും നിലനിൽക്കുന്നതല്ല. ഇതെല്ലാം താത്കാലികം മാത്രം. ഈ പറഞ്ഞ ദൃഷ്ടാന്തത്തിൽ ആഭരണമില്ലെങ്കിലും ആഭരണമുണ്ടെങ്കിലും ആഭരണം ഉരുക്കിയപ്പോഴും സ്വർണം തന്നെ. സ്വർണ്ണ ദൃഷ്ടി മാറുന്നില്ല. ചിന്തിക്കുക. ഏതൊരടിസ്ഥാന കാരണമാണോ സകല ദൃശ്യപ്രപഞ്ചവുമായി കാണപ്പെടുന്നത്, എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായി നിലനിൽക്കുന്ന ഉണ്മ എന്താണോ, അസ്തിത്വം എന്താണോ, ആ അസ്തിത്വത്തെ സംബന്ധിച്ചാണ് ഭഗവാൻ പറയുന്നത്, മത്തഃ പരതരം നാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ. ഈ അടിസ്ഥാന സത് സ്വരൂപത്തിൽ നിന്ന് ഭിന്നമായിട്ട് ഒന്നുമില്ല ഹേ ധനഞ്ജയ. ഏതാകൃതി വിശേഷത്തിൽ എങ്ങനെ വ്യവഹരിക്കപ്പെടുമ്പോഴും സത്യം ഒന്ന് മാത്രം. ജീവനും ജഗത്തും ഈശ്വരനും പലതല്ല. ജീവങ്ങൾ തന്നെ അനേക യോനികളിൽ പിരിഞ്ഞിരിക്കുകയാണ്. ബ്രഹ്മാവ് മുതൽ ഇങ്ങോട്ട് എണ്ണിക്കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന, നമ്മൾ വ്യവഹരിക്കുന്ന എത്ര ജീവജാലങ്ങളാണ്. ഏകകോശ ജീവികൾ വരെ നമുക്ക് പറയാം. ബ്രഹ്മാവിന് മേപ്പെട്ട ആർക്കെങ്കിലും അറിയാൻ വെച്ചാൽ അത് കൂട്ടിക്കോളൂ, വിരോധമില്ല. ഏകകോശ ജീവികളെക്കാൾ കീഴ്പ്പെട്ട ആർക്കറിയാമോ അതിനെയും കൂട്ടിക്കോളൂ, കുഴപ്പമില്ല. പക്ഷേ ഒന്നുറപ്പിച്ച് പറയാം, ഈ സമസ്ത ജീവപ്രപഞ്ചവും ജീവൻ എന്ന ഒരു പേരിൽ നമുക്ക് ഒതുക്കാം. ഈ ജഗത്തുള്ള കാലത്തോളം, നിയമമുള്ള കാലത്തോളം നമ്മൾ ഈശ്വരനെയും സ്വീകരിക്കുന്നുണ്ട്. കാരണം ഈശ്വരനില്ലാതെ ഈ പ്രപഞ്ച വ്യവസ്ഥ നിലനിൽക്കില്ല. നമ്മളാൽ കാണപ്പെടുന്ന, അനുഭവിക്കപ്പെടുന്ന ഈ ജീവങ്ങൾക്കൊക്കെ ആസ്ഥാനവും ആലയവും ആയിട്ടുള്ള ജഗത്തുമുണ്ട്. ജഗത്തുണ്ട്, ഈശ്വരനുണ്ട്, ജീവനുണ്ട്. മൂന്നും നമുക്ക് വ്യാവഹാരികമായി നിഷേധിക്കാൻ കഴിയില്ല. എന്നാൽ പരമാർത്ഥത്തിൽ എന്തുള്ളത്? നേരത്തെ പറഞ്ഞ സകല ആഭരണ വിശേഷങ്ങൾ ഉണ്ടായാലും ഇല്ലെങ്കിലും സ്വർണം എന്ന് പറഞ്ഞ പോലെ അടിസ്ഥാനമായി അനിഷേധ്യമായ ഉണ്മ നിലകൊള്ളുകയാണ്. ആ സത്യത്തെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ആയിരക്കണക്കിന് ഉപനിഷത് മന്ത്രങ്ങൾ നമ്മളോട് പറയുന്നത്. പുരുഷയേവ ഇദം സർവം, ഇതെല്ലാം പൂർണ്ണനാണ്. ആത്മൈവേദം സർവം, ഇതെല്ലാം ആത്മാവാകുന്നു. ബ്രഹ്മൈവേദം സർവം, ഇതെല്ലാം ബ്രഹ്മമാകുന്നു. പല പേരിൽ ഒരേ സത്യത്തെ പ്രഖ്യാപിച്ചു. പല പേരിൽ ഒരേ സത്യത്തെ പ്രഖ്യാപിച്ചു. ഈ വേദാന്ത സാരമായിരിക്കുന്ന ആശയത്തെയാണ് ഭഗവാൻ പറഞ്ഞത്, ഈ അടിസ്ഥാന സത്യത്തിൽ നിന്ന് പരമായിട്ട് ഒന്നുമില്ല ഹേ ധനഞ്ജയ. ഈ വേദാന്തത്തിൻ്റെ സാരം പറയുമ്പം പ്രശ്നം എന്താ? അതുവരെയുള്ള പ്രക്രിയകൾ നമ്മൾ മനസ്സിലാക്കണം. സുദീർഘമായ പ്രക്രിയകളെ ചെയ്തിട്ടാണ് അവസാന നിഗമനത്തിലെത്തുന്നത്. ആ നിഗമനം ഇവിടെ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ആ പ്രക്രിയകളിലൂടെ കടന്നു പോയിട്ടില്ലെങ്കിൽ നമുക്ക് വിഷമാണ് മനസ്സിലാക്കാൻ. ചിന്തിക്കുക സൂക്ഷ്മമായിട്ട്. എന്തുണ്ടെങ്കിൽ എല്ലാമുണ്ട്.
ഉപനിഷത്തിൽ നമുക്ക് കാണാം, ജിജ്ഞാസു ആചാര്യനെ സമീപിച്ച് ചോദിക്കുന്ന ചോദ്യം, അധീഹി ഭഗവോ ബ്രഹ്മേതി, അല്ലയോ ഭഗവാനെ, ബ്രഹ്മം എന്താണെന്ന് എനിക്കൊന്ന് ഉപദേശിച്ചു തരണേ. യോഗ്യനാണ് ശിഷ്യനെന്നറിഞ്ഞ് ഗുരു ഉപദേശിക്കുന്നു. യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ യേന ജാതാനി ജീവന്തി യത് പ്രയന്ത്യഭിസംവിശന്തി തത് വിജിജ്ഞാസസ്വ തത് ബ്രഹ്മേതി. ഈ കാണാകുന്ന വൈവിധ്യപൂർണങ്ങളായ ഈ പ്രപഞ്ചം മുഴുവൻ എവിടുന്നാണ് ജനിച്ചത്? എന്തിനാലാണ് ഇതെല്ലാം നിലനിൽക്കുന്നത്? ഒടുവിൽ എന്തിലേക്കാണ് പോയി വിലയിക്കുന്നത്? അത് ഇന്നതാണെന്ന് ഗുരുനാഥൻ പറഞ്ഞു കൊടുത്തില്ല. അത് ഇന്നതാണെന്ന് പറഞ്ഞു കൊടുത്താൽ തത്വമേ പൂച്ച പൂച്ച എന്ന് പറയണ പോലെ എവനും പറയും എല്ലാം ബ്രഹ്മമാണ്, എല്ലാം ബ്രഹ്മമാണെന്ന്. അതിലർത്ഥമില്ല. അതൊരു തരം ഭ്രമമാണ്, ബ്രഹ്മമല്ല. അതുകൊണ്ട് ഗുരുനാഥൻ പറഞ്ഞു, തത് വിജിജ്ഞാസസ്വ, അതെന്താണെന്ന് അറിയാൻ നീ ഇച്ഛിക്കൂ. ഇച്ഛയിൽ നിന്ന് പരിശ്രമം വരും. ഇച്ഛയുണ്ടെങ്കിൽ പരിശ്രമം വരും. ഇച്ഛയില്ലാതെ ഇച്ഛിച്ചു എന്ന് പറഞ്ഞാൽ പരിശ്രമം വരില്ല. കഴിഞ്ഞ 2 മാസം മുമ്പ് ഒരു സ്ഥലത്ത് ഒരു പരിപാടിക്ക് പോയപ്പോൾ ഒരു അമ്മ വന്നിട്ട് പറഞ്ഞു, സ്വാമിജി, ഞാൻ വളരെ കാലമായിട്ട് കൊളത്തൂർ ആശ്രമത്തിൽ വരാൻ വളരെ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. നമ്മൾ പറയും, എന്തിനമ്മ കള്ളം പറയണത്? കള്ളം പറഞ്ഞിട്ട് എന്താ നിങ്ങൾക്ക് കിട്ടാൻ പോകണം? സ്വാമി, ഞാൻ കള്ളം പറഞ്ഞില്ലല്ലോ. കള്ളമാ പറഞ്ഞേ. കാരണം ഇത്ര കാലമായിട്ട് വളരെ ആഗ്രഹിക്കേണ്ടത് എന്തുകൊണ്ടാണ് എത്തിയില്ല? ബാക്കി എന്തൊക്കെ ചെയ്യണ്ടൊക്കെ ചെയ്യില്ലേ? അവർക്ക് പല ആഗ്രഹങ്ങളുണ്ട്. ആ കൂട്ടത്തിലൊരാഗ്രഹം കൊളത്തൂർ ആശ്രമത്തിൽ വരാനുണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വളരെ ആഗ്രഹം കൊണ്ട് അന്ന് അവിടെ എത്തിയിരിക്കും, ഉറപ്പാ. ഇനി അവരത് പറഞ്ഞുകൊണ്ട് നമുക്കെന്താ പ്രത്യേകിച്ച് സന്തോഷം തോന്നാൻ പോകുന്നു? ഇല്ല. എനിക്കവിടെ വരാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കെന്താ അവരോട് വിരോധം തോന്നാൻ പോകണോ? അതും ഇല്ല. പിന്നെ എന്തിനാ സന്തോഷിപ്പിക്കാൻ കള്ളം പറയുന്നത്? കള്ളം പറഞ്ഞാൽ വേരോടുകൂടെ ഉണങ്ങിപ്പോവും. അതെ, ദൃഢമായ ഇച്ഛയിൽ നിന്ന് പരിശ്രമം വരും. അത് ശ്രദ്ധിക്കുക. ഇച്ഛയിൽ നിന്ന് പരിശ്രമം വരും. ഈ ഇച്ഛയെയും പരിശ്രമത്തെയും ഉണർത്തുന്ന രീതിയിലാണ് നമ്മുടെ വൈദിക ശാസ്ത്രങ്ങളെല്ലാം ഉപദേശിക്കപ്പെട്ടിട്ടുള്ളത്. അത് വേറെ വിഷയമാണ്, അങ്ങോട്ടിപ്പോൾ കടക്കുന്നില്ല. അതുകൊണ്ട് ഗുരുനാഥൻ പറഞ്ഞു, നീ അറിയാൻ ഇച്ഛിക്കൂ. അറിയാൻ ഇച്ഛിച്ചാൽ അറിയാൻ പരിശ്രമിക്കും. എനിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് കിട്ടുമോ? പരിഹാരമില്ല. എനിക്ക് ദാഹമാണ് പ്രശ്നം, ദാ വെള്ളം കുടിച്ചോളൂ. എനിക്ക് വിശപ്പാണ് പ്രശ്നം, ഭക്ഷണം കഴിച്ചോളൂ. അറിയാൻ ഇച്ഛിക്കുന്നവൻ അറിയുന്നത് വരെ അന്വേഷിക്കും. പലയിടത്ത് പോണ്ടി വരും, പല തട്ടിമുട്ടലുകളിലൂടെയും കടന്നു പോണ്ടി വരും. പലപ്പോഴും മാടി വിളിക്കുന്ന പല തെറ്റായ സ്ഥാനങ്ങളിലും താൻ എത്തിപ്പെട്ടെന്നും വരും. പക്ഷെ ജിജ്ഞാസ ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ അവൻ അറിഞ്ഞിരിക്കും. അറിയാൻ ഉചിതമായ സ്ഥലത്ത് അവൻ എത്തിപ്പെടും, സംശയമില്ല. തദ് വിജിജ്ഞാസസ്വ തദ് ബ്രഹ്മേതി. എന്നിട്ടാണ് ഗുരുനാഥൻ പറയണത്, അത് ബ്രഹ്മമാണ്, ഈ ജഗത്തിൻ്റെ മുഴുവൻ അടിസ്ഥാന കാരണം. ഈ പ്രപഞ്ചം മുഴുവൻ എന്തിനാൽ നിലനിൽക്കുന്നുവോ അത്, എന്തിലേക്ക് വിലയിക്കുന്നുവോ അത്, ആ പരമസത്യത്തെയാണ് ബ്രഹ്മമെന്ന് പറയുന്നതെന്ന് നീ മനസ്സിലാക്കൂ. ഇത് അന്വേഷിച്ച് കണ്ടെത്തൂ. അന്വേഷണം എങ്ങനെ? നമുക്ക് എത്രയോ സന്ദർഭങ്ങളിലൂടെ അന്വേഷണം എങ്ങനെയെന്ന് കാണിച്ചു തരുന്നുണ്ട് ഉപനിഷത്തുകൾ. ദേവന്മാർക്ക് മുമ്പാകെ അത്ഭുതകരമായൊരു തേജപുഞ്ചം പ്രകാശിച്ചു തിരോഭവിച്ചു. ദേവന്മാരെല്ലാം യോഗം കൂടി അതെന്താണെന്ന് അറിഞ്ഞു വരൂ എന്ന് അഗ്രഗാമിയായ അഗ്നിയെ ചുമതലപ്പെടുത്തി. ചുമതല ഏറ്റെടുക്കാണ്ട് വയ്യ, അഗ്നി പോയി.
അതെന്താണെന്ന് മനസ്സിലാക്കാനാ പോയത്. പക്ഷെ പോയത് അഭിമാനത്തോടു കൂടിയാ. ഞാൻ അഗ്നിയാണ്, ഞാനാരാ തേജസ്വി എന്ന അഭിമാനത്തോടു കൂടിയാ. അതുകൊണ്ട് ആ യക്ഷത്തെ കാണാൻ പോലും ഒത്തില്ല. ചെന്നു. അപ്പോൾ കുറച്ച് ദൂരെയായിട്ട് യക്ഷമുണ്ട്. ചോദിച്ചു, നീ ആരടാ എന്ന് ചോദിക്കാനാ പോയത്. പക്ഷെ മിണ്ടാൻ കഴിഞ്ഞില്ല. പിന്നെ അത് ഇങ്ങോട്ട് ചോദിച്ചു, നീ ആര്? ഞാൻ അഗ്നിയാ. അഗ്നിയാന്ന് പറഞ്ഞപ്പോൾ പിന്നെ നാവിന് കുഴപ്പമില്ല. ഞാൻ അപാര തേജസ്വിയാണെന്നൊക്കെ കൂട്ടി പറഞ്ഞു. നീ അത്ര വലിയ തേജസ്വിയാണെങ്കിൽ ഈ പുൽക്കൊടി ഒന്ന് ദഹിപ്പിക്കൂ. സർവവേഗത്തിലും പരിശ്രമിച്ചിട്ടും പുൽക്കൊടി ദഹിപ്പിക്കാൻ കഴിഞ്ഞില്ല. ലജ്ജിതനായി തിരിച്ചു വന്നു. ദേവന്മാർ വീണ്ടും യോഗം കൂടി വായുവെ പറഞ്ഞയച്ചു. ഇതേപോലെ വായുവിനും ഗതിയുണ്ടായി. ഇനിയിപ്പോൾ ആരും പോകാൻ തയ്യാറില്ല, ഇനിയിപ്പോൾ ആരെയും പറഞ്ഞയക്കാനും ഇല്ല. അവസാനം ഇന്ദ്രനെ തന്നെ പറഞ്ഞയച്ചു. ഇന്ദ്രന് ഇവരെ പോലെ മടങ്ങി വരാൻ പറ്റില്ല. ഒന്നുകിൽ അറിയുക, അല്ലെങ്കിൽ ഇന്ദ്രസ്ഥാനം തന്നെ വേണ്ടാന്ന് നിൽക്കേണ്ടി വരും. അല്ലാണ്ട് വഴിയില്ല. അതുകൊണ്ട് ഇന്ദ്രൻ ഇന്ദ്രത്വ അഭിമാനത്തോടു കൂടി പോയത് കൊണ്ട് കാണാൻ പോലും കിട്ടിയില്ല. ചോദ്യവും ഇല്ല, ഉത്തരവും ഇല്ല. പക്ഷേ ഇന്ദ്രൻ കണ്ടെത്തിയേ തിരിച്ചു വരുമെന്ന് പ്രതിജ്ഞ ചെയ്തു. അവിടെ തപസ് ചെയ്തു. അവിടെ ഇരുന്ന് തപസ് ചെയ്തു. ഞാൻ അറിഞ്ഞേ തിരികെ പോകൂ. എന്തെല്ലാം പരീക്ഷണങ്ങൾ വന്നിട്ടുണ്ടാവും, എന്തെല്ലാം പ്രലോഭനങ്ങൾ വന്നിട്ടുണ്ടാവും, എത്രയെത്ര പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ടാവും, നമുക്കറിയില്ല. ഏതായാലും ആ തപസ്സിൻ്റെ ഒടുവിൽ സാക്ഷാൽ വിദ്യ ഉമ അവിടെ പ്രകടയായി. ആ വിദ്യാദേവിയോട് ചോദിച്ചു, എന്താണ് യക്ഷം? അവിടുത്തെ ഉപദേശം കൊണ്ട് ഇന്ദ്രൻ മനസ്സിലാക്കി എന്താണ് പരമസത്യമെന്ന്. നിശ്ചയദാർഢ്യം, കണ്ടെത്തിയേ പിന്തിരിയൂ എന്ന നിശ്ചയദാർഢ്യം. അതെ, അതിവിടെ നമുക്ക് കാണിച്ചു തരുന്നു. മറ്റൊരിടത്ത് ഇതേ വ്യക്തി തന്നെയായി ഇന്ദ്രൻ ദേവന്മാരുടെ പ്രതിനിധിയായിട്ട്, വിരോചനൻ അസുരന്മാരുടെ പ്രതിനിധിയായിട്ട് ബ്രഹ്മാവിനരികെ പോയി തത്വജ്ഞാനത്തിന്. ഇപ്പം ബ്രഹ്മാവ് നോക്കിയപ്പോൾ രണ്ടുപേര് തത്വജ്ഞാനത്തിന് വന്നിരിക്കുക. നിങ്ങൾ എന്തിനാ വന്നത്? ഞങ്ങൾ ബ്രഹ്മം എന്തെന്ന് അറിയാനാ. എന്നാൽ ഒരു കാര്യം ചെയ്യും, 32 കൊല്ലം പോയി തപസ് ചെയ്തിട്ട് വാ. അങ്ങനെ 32 കൊല്ലം അവർ തപസ് ചെയ്തു. ബ്രഹ്മാവ് അവരോട് ഉപദേശിച്ചു, ഈ കണ്ണ് കാണുന്ന പുരുഷനില്ലേ, അത് തന്നെയാണ് ബ്രഹ്മട്ടോ, വേറെ ഒന്നല്ല. അപ്പോൾ ഇവർ മനസ്സിലാക്കി, കണ്ണ് കാണുന്ന ഇപ്പോൾ ഏതാ, ഈ കാണുന്നതൊക്കെ തന്നെ, അല്ലാണ്ടത്. അതുകൊണ്ട് രണ്ടുപേരും ബ്രഹ്മജ്ഞാനികളായി തിരികെ പോയി. അങ്ങനെ അസുരലോകത്തെ വിരോചനം ചെന്നു. അവിടെ വലിയ മൈക്കെല്ലാം കെട്ടി ഉപദേശിക്കാൻ, എല്ലാവരും കേട്ടോളൂ, ഞാൻ നിങ്ങൾക്ക് ഉപദേശം തരാൻ പോവുകയാണ്. എന്താണ്? ഈ കാണുന്നത് തന്നെയാണ് ബ്രഹ്മം. അതുകൊണ്ട് ഇഷ്ടം പോലെ തിന്നോളുക, കുടിച്ചോളുക, മതിച്ചോളുക, ആനന്ദിച്ചോളുക. അങ്ങനെ ഗുരുപദേശവുമായി. ഇന്ദ്രൻ്റെ ഉപദേശം കേൾക്കാൻ അവരും മൈക്കൊക്കെ കെട്ടി കാത്തിരിക്കുക ദേവന്മാർ. പക്ഷേ ഉപദേശിക്കുന്നതിന് മുമ്പ് ഇന്ദ്രൻ്റെ ഉള്ളിലൊരു സംശയം. ഏതത് അമൃതം അഭയം പരം എന്ന് പറഞ്ഞിരുന്നല്ലോ ബ്രഹ്മാവ്. ഇത് അമൃതമാണ്, അഭയമാണ്, പരമാണെന്ന്. ഈ കാണുന്നൊന്നും അമൃതമല്ലല്ലോ, എല്ലാം നശിച്ചു പോകുന്നല്ലേ. ഇതൊന്നും അഭയമല്ലല്ലോ, ഭയയുക്തമല്ലേ. സംശയമുണ്ട്, തിരിച്ചു പോവാം, സംശയം തീർത്തിട്ട് മതി ഉപദേശിക്കുക. ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി. ബ്രഹ്മാവ് കാത്തിരിക്കുക, എന്താ വരാത്തതെന്നുള്ള മട്ടിൽ. എന്താ വന്നേ? ഇങ്ങനൊരു സംശയമുണ്ട്. പോയി 32 കൊല്ലം പോയി തപസ് ചെയ്തു വാ. വീണ്ടും 32, വീണ്ടും 32, വീണ്ടും 5. അങ്ങനെ 101 കൊല്ലം തപസ് ചെയ്യാൻ തയ്യാറായി ഇന്ദ്രൻ. ഓരോ തപസ്സിലൂടെയും ആർജിച്ച സൂക്ഷ്മബുദ്ധിക്കനുസരിച്ച് തത്വത്തെ ഗ്രഹിക്കാനുള്ള സാമർഥ്യം കൈവന്നു. അപ്പോൾ നമ്മുടെ ബ്രഹ്മാന്വേഷണം, സത്യാന്വേഷണം എങ്ങനെയാ? അത് വലിയൊരു തപസ്സാണ്.
ഇന്ദ്രിയത്തെ, മനസ്സിനെ, ബുദ്ധിയെ മുഴുവൻ നിയമിച്ച് സ്വാധീനമാക്കി ഏകാഗ്രമാക്കിക്കൊണ്ടുള്ള തപസ്. ഗുരു ഉപദേശത്തിൻ്റെ ആവർത്തനത്തിലൂടെയുള്ള തപസ്, ശ്രവണ മനനങ്ങളിലൂടെയുള്ള തപസ്. ശ്രദ്ധിക്കുക, ഈ അതിസൂക്ഷ്മമായ തപസ്സിലൂടെയാണ് ഇന്ദ്രൻ പോലും മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം നമ്മൾ എങ്ങനെ സത്യാന്വേഷണം ചെയ്യണം? സത്യാന്വേഷിയായി പോയി ഒരാൾ, ഒരു കുമാരൻ യമൻ്റെ അടുത്ത്. യമൻ പറഞ്ഞു, എടാ നീ ഇപ്പോൾ ചോദിച്ചത് വലിയ വിഷമമുള്ള വിഷയമാണല്ലോ, ദേവന്മാർക്ക് പോലും മനസ്സിലാവാത്ത വിഷയമാണ് നീ ചോദിക്കുന്നത്, അതുകൊണ്ട് വേറെ വല്ലതും ചോദിച്ചോ കൂട്ടാ. ഈ കുട്ടി പറഞ്ഞു, എനിക്കതൊന്നും വേണ്ട, എനിക്കിത് തന്നെ മതി. ദേവന്മാർക്ക് വിഷമാണെച്ചാൽ എനിക്കത് തന്നെ വേണം. നിനക്ക് ഞാൻ ഈ ലോകത്തിലുള്ള സകല സുഖഭോഗ വസ്തുക്കളും തരാം. അപ്സരസുകളെ മുഴുവൻ ദേവലോകത്ത് നീ കൊണ്ടുപോയിക്കോളൂ. അവരെ പാട്ടും കൂത്തും വാദ്യോപകരണങ്ങളും എന്തൊക്കെ ഉണ്ടോ അതൊക്കെ. അന്നത്തെ ലോകത്തിലും അന്നത്തെ കാലഘട്ടത്തിൽ എന്തൊക്കെ പറഞ്ഞോ ഇന്നത്തെ കാലഘട്ടത്തിലേക്കാക്കി മാറ്റി നമ്മൾ മനസ്സിലായിക്കോളാം. അന്ന് കുതിരകളെ പറഞ്ഞെടുത്ത് നമ്മൾ ഇന്ന് കുതിരേനെ പറഞ്ഞാൽ മതിയാവില്ല. ഏറ്റവും കുതിരശക്തിയുള്ള വാഹനങ്ങൾ പറയേണ്ടി വരും. അതെ, ബാക്കിയൊക്കെ അതൊക്കെ തന്നെ പറഞ്ഞാൽ മതി കിട്ടുക. ഇങ്ങനെ ചെറിയ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ മതി. അന്ന് കുറേ കുതിരകളെ കൊണ്ടുപോകാൻ പറഞ്ഞതിന് പകരം ഇന്നിപ്പോൾ കുറേ കുതിരശക്തിയുള്ള കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള ഏതാ ബൈക്കോ, കുട്ടികൾക്ക് കാറും 4 ഏക്കറൊന്നും അല്ല കുട്ടികൾക്ക് ഇഷ്ടം ഉണ്ടാവുക. അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഒക്കെ പറഞ്ഞോളുക. ഇതൊക്കെ കൊണ്ടുപോയിക്കോളൂ, എന്നാലും ദയവ് ഇത് നീ ആത്മജ്ഞാനം മാത്രം ചോദിക്കരുത്. ഈ കുട്ടി പറഞ്ഞു, ഇതൊക്കെ വലിയ കേമാൻ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ചോളൂ, എനിക്ക് വേണ്ട, എനിക്ക് ആത്മജ്ഞാനം മാത്രം മതി. നമ്മളാരെങ്കിലും ഇരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു പ്രലോഭനം കേട്ടപ്പോൾ തന്നെ വീണു പോകുമായിരുന്നു. അപ്സരസുകളൊന്നും വേണ്ട, ഒരപ്സരസിനെ തരാൻ പറഞ്ഞാൽ തന്നെ, ഒരപ്സരസും വേണ്ട, നല്ലൊരു സുന്ദരിനെ തരാമെന്ന് പറഞ്ഞാൽ തന്നെ നമ്മളൊക്കെ വീണു പോകും. ഇത് ഈ ലോകത്തിലുള്ള സകല അപ്സരസിനെയും കൊണ്ടുപോയിക്കൊള്ളൂ എന്നാണ് പറഞ്ഞത്. നിൻ്റെ എന്തും സേവയാണെന്ന് ചെയ്യിച്ചോളൂ എന്ന്. അതൊന്നും എനിക്ക് വേണ്ട, നല്ല തോന്നിട്ട് അങ്ങേക്കാൻ എടുത്തോളൂ. ഇത് 2 പരീക്ഷണത്തിലും ശിഷ്യൻ ജയിച്ചപ്പോൾ 3ാമത്തെ പരീക്ഷണമായി. പ്രശംസിക്കാൻ തുടങ്ങി. എടാ, നിന്നെപ്പോലെ ഒരു തത്വജിജ്ഞാസു ആരുണ്ട്? എടാ, നിന്നെപ്പോലെ ഒരുത്തൻ ശിഷ്യനായി വന്നതിൽ ഞാൻ അഭിമാനിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ യമനിങ്ങനെ ഒളിഞ്ഞു നോക്കണുണ്ടാവും, ഈ നചികേതസിൻ്റെ മുഖത്ത് എന്തോ ഒരു അഭിമാനം വരുന്നുണ്ടെങ്കിൽ മതി പൊയ്ക്കോ പറയും. ഇല്ല, ഒരു മാറ്റവും ഇല്ല. ഉറച്ചു നിന്നു തത്വജിജ്ഞാസ മാത്രമായിട്ട്. എന്നിട്ടാണ് തത്വജ്ഞാനിയാവുന്നത്. പറഞ്ഞതിൻ്റെ താല്പര്യം ഇത് സത്യാന്വേഷണം. തപസാ ബ്രഹ്മ വിജിജ്ഞാസസ്വ. തപസ്സുകൊണ്ട് പരമസത്യത്തെ അറിയാൻ നീ ഇച്ഛിച്ചാലും എന്ന് ആവർത്തിക്കും. ഈ തപസ്സിലൂടെ, ജ്ഞാന തപസ്സിലൂടെ, വിചാര തപസ്സിലൂടെ, അതിനെല്ലാവർക്കും അധികാരമുണ്ട്. ആണെന്നോ പെണ്ണെന്നോ നപുംസകമെന്നോ വ്യത്യാസമില്ല. മനുഷ്യന് മുഴുവൻ ഈ തത്വജ്ഞാനത്തിന് അധികാരമുണ്ട്. ശ്രദ്ധിക്കുക. എന്നല്ല, ഈ അറിവ് മാത്രമാണ് നമ്മളെ കൃതാർത്ഥതയിലേക്ക് ഉയർത്തുന്നത്. ആ പരമമായ അറിവാണ് സത്യം ഏകമാണ്, അദ്വിതീയമാണെന്ന്. ഈ സത്യം ഏകമാണ്, അദ്വിതീയമാണെന്ന അറിവിൽ മത്തഃ പരതരം നാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ. ഈ പരമസത്യത്തിന് അപ്പുറത്ത് മറ്റൊന്നില്ല ധനഞ്ജയ. അതെങ്ങനെ? മയി സർവമിതം പ്രോതം സൂത്രേ മണിഗണായിവ. മാലയിൽ ഒരു നൂലിൽ മുത്തുകൾ കോർത്ത് മാലയായിരിക്കുകയാണ്. നൂലിനാൽ കോർക്കപ്പെട്ട മുത്തുകൾ കണക്കെ അതൊരു മാലയായി രൂപപ്പെട്ടതുപോലെ ഈ പ്രപഞ്ച പ്രതിഭാസങ്ങളെല്ലാം അടിസ്ഥാനമായ ഒരു സത്യത്തിൽ കോർക്കപ്പെട്ടതാണ്. അത് എപ്രകാരം മനസ്സിലാക്കണം എന്നുള്ളത് ഭഗവാൻ തുടർന്ന് പറയുന്നുണ്ട്. രസോഹം അപ്സു കൗന്ദേയ പ്രഭാസ്മി ശശി സൂര്യയോഹോ എന്നൊക്കെ വിസ്തരിച്ച് പറയുന്നുണ്ട്. അവിടെ രസമാകുന്ന ഗുണത്തിൽ വെള്ളം കോർക്കപ്പെട്ടിരിക്കുകയാണ്.
പ്രകാശമാകുന്ന ഗുണത്തിൽ ചന്ദ്രനും സൂര്യനും കോർക്കപ്പെട്ടിരിക്കുകയാണ്. ഈ രീതിയിൽ എന്താണോ ഒന്നിൻ്റെ അടിസ്ഥാന സത്യം, ആ സത്യത്തിൽ മറ്റ് ആവിഷ്കാരങ്ങൾ മുഴുവൻ കോർക്കപ്പെട്ടിരിക്കുകയാണ്. ഞാനാകുന്ന സത്യത്തിൽ സകല പ്രതിഭാസങ്ങളും കോർക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് നീ മനസ്സിലാക്കും. ഈ വേദാന്ത സാരം നേരത്തെ പറഞ്ഞ വിചാര തപസ്സിലൂടെ നമ്മൾ സാക്ഷാത്കരിക്കുക. അതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. ചിന്തിക്കുക. ഈ സകലത്തിലും കുടികൊള്ളുന്ന ചൈതന്യ സ്വരൂപം ഏകമാണെന്ന്, അദ്വിതീയമാണെന്ന അറിവല്ലേ നമുക്ക് ഏറ്റവും പ്രസക്തമായി നമുക്ക് ലോകത്തിൽ ശാന്തിക്ക്, സമാധാനത്തിന്, വ്യക്തിയുടെ പരമമായ മുക്തി അവിടെ നിൽക്കട്ടെ. വ്യക്തിയുടെ പരമമായ മുക്തി അവിടെ നിൽക്കട്ടെ. ഈ ലോകത്തിൽ തന്നെ ഈ വേദാന്ത ദർശനം നൽകുന്ന പ്രായോഗികതയെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒന്ന് ചിന്തിച്ചു നോക്കൂ. സകല സേവനവും ഈ ഏകത്വഭാവത്തിൽ നിന്ന് സ്വാഭാവികമായി സ്ഫുരിക്കുന്നതല്ലേ? ചിന്തിക്കുക. ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ആചാര്യനായാലും, ഏത് കാലഘട്ടത്തിൽ ജീവിച്ച ആചാര്യനായാലും സ്നേഹത്തിൻ്റെയോ സേവനത്തിൻ്റെയോ സന്ദേശങ്ങൾ നൽകുകയും പ്രായോഗികമായി അവയെ കാണിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ദർശനം എന്താണ്? എന്തായിരിക്കണം? അഥവാ എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു നിമിഷം ചിന്തിച്ചു നോക്കുക. ഇന്ന് നമുക്കറിയാം, ലോകം മുഴുവൻ പ്രതീക്ഷാ നിർഭരമായ മനസ്സോടെ ഭാരതത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിസ്സംശയം പറയാം, ജഗത് ഗുരു പദവിയിലേക്ക് ഭാരതം ഉയരുക തന്നെയാണ്. ഏതൊരു സ്ഥാനത്ത് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് പ്രതിഷ്ഠിതമായിരുന്നോ ആ ജഗത് ഗുരു പദവിയിലേക്ക്. എന്തേ കാരണം? അസ്വസ്ഥതകൾ, മതപീഡനങ്ങൾ, മതത്തിൻ്റെ പേരിലുള്ള ഹിംസകൾ, സ്വാർത്ഥമതിയായ മനുഷ്യൻ്റെ കയ്യിൽ സാങ്കേതിക വൈദഗ്ധ്യം വന്നതോടുകൂടി പ്രകൃതിയുടെ നാശം ചെയ്തുകൊണ്ട് അവൻ ചെയ്തു കൂട്ടുന്ന അകൃത്യങ്ങൾ, ഇതെല്ലാം കണ്ട് വിറങ്ങലിച്ച മനസ്സോടുകൂടി ഇതൊന്നും നേരെയാവില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന വലിയൊരു സമൂഹം, പീഡനങ്ങൾക്ക് വിധേയമാകുന്ന മറ്റൊരു സമൂഹം. എന്നാൽ വിചാരശീലതയുള്ള, നാളെയെക്കുറിച്ച് ഉദാത്ത സ്വപ്നങ്ങളെയും സങ്കല്പങ്ങളെയും സൂക്ഷിക്കുന്ന അന്വേഷക ഭാവമുള്ളൊരു സമൂഹം ഇന്ന് എങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്? അന്വേഷിക്കുക. അവിടെയാണ് ഈ പ്രായോഗിക വേദാന്ത വീക്ഷണം വരുന്നത്, അഥവാ ഈ വേദാന്ത വീക്ഷണത്തിൻ്റെ പ്രായോഗികത വരുന്നത്. ചെറിയൊരു ഉദാഹരണം പറയാം. യേശുക്രിസ്തുവിൻ്റെ വേദാന്ത ഉപദേശങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു. ഒരു വ്യക്തി സംശയം ചോദിക്കുകയാണ്, എന്തിന് ഞാൻ എന്നെപ്പോലെ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം? അയൽക്കാരനെ പോലെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ ശരിയാണ്. അയൽക്കാരനെ പോലെ സ്നേഹിക്കണം, എന്നെപ്പോലെ സ്നേഹിക്കണം. അവനെ അവനായിട്ടല്ലേ സ്നേഹിക്കുക, ഞാനായിട്ട് എങ്ങനെ സ്നേഹിക്കും? അവിടെ ക്രിസ്തു പറഞ്ഞതുകൊണ്ട് എന്ന് പറയാം, അല്ലാതെ ദാർശനികമായ പിൻബലം കാണില്ല. ഈ ഉപദേശത്തിന് പോലും ദാർശനികമായ പിൻബലം ലഭിക്കണോ? വേദാന്ത വിചാരത്തിലേക്ക് വരണം.
നിന്നിലും നിന്റെ അയൽക്കാരനിലും സ്വത്വമായി വിളങ്ങുന്നത് ഒന്നാണ്. നിന്നിലും നിന്റെ അയൽക്കാരനിലും സ്വത്വമായി വിളങ്ങുന്നത് ഒന്നാണ്. അതൊന്നെന്നറിഞ്ഞ് നീ സ്നേഹിക്കണം. അവിടെ മതഭേദമില്ല, അവിടെ ജാതിഭേദമില്ല, അവിടെ ലിംഗഭേദമില്ല, അവിടെ ഭാഷാഭേദമില്ല, അവിടെ മനുഷ്യനെന്നോ പട്ടിയെന്നോ പൂച്ചയെന്നുള്ള ഭേദമില്ല. ഇതെല്ലാം ഓരോ മുത്തുകളാണ്. മനുഷ്യനും കൃമിയും കീടവും ബ്രഹ്മാവും എല്ലാം വ്യത്യസ്ത മുത്തുകളാണ്. ആ മുത്തുകളെല്ലാം ഒരു മാലയാക്കി കോർത്തിരിക്കുന്ന ഉണ്മയൊന്നാണ്. സാമ്പത്തിക സമത്വത്താൽ സർവസമത്വം പറഞ്ഞ സിദ്ധാന്തം നമുക്കറിയാം. മാർക്സിസത്തിൻ്റെ അടിസ്ഥാനം നമുക്കറിയാം. സാമ്പത്തിക സമത്വത്താൽ സർവസമത്വം സാധ്യമല്ല. കാരണം സമ്പത്ത് എന്നുള്ളത് മനുഷ്യൻ്റെ അടിസ്ഥാന മാനമല്ല. ന വിത്തേന തർപ്പണീയോ മനുഷ്യ. സമ്പത്ത് കൊണ്ട് സംതൃപ്തനാക്കപ്പെടുന്നവനല്ല മനുഷ്യൻ. സമ്പത്ത് വേണ്ടെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷെ സമ്പത്തല്ല മനുഷ്യൻ്റെ അടിസ്ഥാന ഘടകം. മറിച്ച് ഉണ്മയാണ്, അസ്തിത്വമാണ്, ആത്മാവാണ്. ഈ ആത്മീകത്വത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സോഷ്യലിസം മാത്രമേ ലോകത്തിൽ നിലനിൽക്കൂ. സംശയമില്ല. നിൻ്റെയും എൻ്റെയും സ്വത്വം ഒന്നാണെന്ന തിരിച്ചറിവ്. ഇന്ന് മതപീഡനങ്ങൾ ലോകത്തെ അക്ഷരാർത്ഥത്തിൽ രക്തപ്പുഴകളെന്ന് പറയാൻ തോന്നുന്നില്ല. പണ്ടൊക്കെ രക്തപ്പുഴകളെന്നാണ് പറയുക. ഇന്നിപ്പോൾ രക്തപ്പുഴ എന്ന് പറയാൻ വയ്യ. കാരണം വലിയ കുഴിയെടുത്തിട്ട് ജീവനോടെ മക്കളെയൊക്കെ ഇട്ടിട്ട് മണ്ണിട്ട് മൂടുകയാണ്. രക്തപ്പുഴ വരുന്നില്ല. എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ലോകം മുഴുവൻ ആ ഭീകര പ്രവർത്തനങ്ങളിലേക്ക് ഭാരതത്തിൽ നിന്ന് പോലും യുവജനങ്ങളെ കൂട്ടം കൂട്ടമായി ആകർഷിക്കാൻ കഴിയുന്നു എന്നുള്ള സാഹചര്യം നിലനിൽക്കുകയാണ്. സുശക്തമായൊരു ഭരണവ്യവസ്ഥ ഇന്ന് നിലവിലുള്ളതുകൊണ്ട് കുറേ പിടിക്കപ്പെടുന്നു. എത്ര ഭീഷണമായൊരവസ്ഥാവിശേഷമാണെന്ന് ചിന്തിക്കുക. അതിഭീഷണമാണ്. ഇവിടെയാണ് കൃണ്വന്തോ വിശ്വമാര്യം എന്നുള്ളൊരു മഹാസങ്കല്പം മുന്നോട്ട് വെച്ച ഭാരതത്തിൻ്റെ കർത്തവ്യം വരുന്നത്. ഈ ദർശനത്തെ സൂത്രേ മണിഗണ ഇവ എന്നുള്ള പ്രായോഗിക വേദാന്ത ദർശനത്തെ എങ്ങനെയൊക്കെ സാധിക്കും അങ്ങനെയൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ, നമ്മുടെ പ്രചരണോപാധികളിലൂടെ ലോകം മുഴുവൻ വ്യാപിപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അതിനെന്തൊക്കെ ഉപാധികൾ നമുക്ക് സാധിക്കും അതിനെയൊക്കെ സ്വീകരിക്കണം. പക്ഷെ നമുക്ക് പ്രചരിപ്പിക്കാനുള്ളത് ഒന്നേയുള്ളൂ, സൂത്രേ മണിഗണ ഇവ. കാരണം മണിഗണങ്ങളാണ്, മണിയല്ല. ഗണങ്ങളാവുമ്പോൾ അതിന് വൈവിധ്യം ഉണ്ടാവും. വൈവിധ്യപൂർണങ്ങളായ മണികൾ. അതിൽ ദേവന്മാരുണ്ടാവും, പശുക്കളുണ്ടാവും, പക്ഷികളുണ്ടാവും, കൃമികളുണ്ടാവും, കീടങ്ങളുണ്ടാവും, മനുഷ്യന്മാരുണ്ടാവും. സകല ചരാചര രാശികളും ഉൾക്കൊള്ളുന്ന മണികളെ മുഴുവൻ മാലയാക്കി കോർത്തിരിക്കുന്ന നൂല് ആ ഏകതയുടെ നൂലാണ്. ഈ തിരിച്ചറിവ് ലോകത്തിൽ നമുക്ക് പ്രചരിപ്പിക്കാൻ കഴിയണം. ഇതിനപ്പുറത്തൊരു ഏകത്വത്തിൻ്റെ ദർശനമില്ല. കാരണം അവിടെ കാണുന്നവനും കാണപ്പെടുന്നതും കാഴ്ചയും എന്ന ത്രിപുടി നഷ്ടപ്പെട്ട, അതെ, ത്രിഭുവന സീമ കടന്ന് തിങ്ങി വിങ്ങുന്ന ത്രിപുടി മുടിഞ്ഞ പരമസത്യമാണത്. ആ സത്യത്തിൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഈ വേദാന്ത ദർശനത്തിൻ്റെ പ്രായോഗികത നമുക്ക് കാണിക്കാനും
അറിയിക്കാനും സാധിക്കണം. ഓരോരുത്തരും, എല്ലാവർക്കും സാധിക്കും. കാരണം ഈ ദർശനം പ്രസക്തമാണ്. നമ്മിലെ ഏകത്വത്തെ തിരിച്ചറിയുക എല്ലാവർക്കും ആനന്ദത്തെ നൽകുന്നതാണ്. മനുഷ്യ സമൂഹത്തിൽ എന്തെല്ലാം ചൂഷണങ്ങൾ എന്തിൻ്റെയൊക്കെ പേരിലുണ്ടായിരുന്നോ അതിന് മുഴുവൻ പരിഹാരം ഈ ഒരു ഏകത്വ ദർശനമാണ്. ഇത് വിസ്മരിച്ചതാണ് നമുക്ക് വന്നു ചേർന്ന സകല അപചയങ്ങളുടെയും അടിസ്ഥാന കാരണം. ഇന്ന് ലോകം നേരിടുന്ന സകല പ്രശ്നങ്ങൾക്കുമുള്ള ഏക പരിഹാരവും ഇത് തന്നെയാണ്. അതുകൊണ്ട് വേദാന്തം പ്രസംഗിക്കാനുള്ളതല്ല, വേദാന്തം ഗ്രന്ഥരൂപത്തിൽ എഴുതാനുള്ളതല്ല. പിന്നെ സ്വാമി എന്തിനാ പ്രസംഗിക്കുന്നേ, എഴുതുന്നേ? അതെല്ലാം ഈ ഒരു മഹാലക്ഷ്യം മുൻനിർത്തിയായിരിക്കണം. വേദാന്തത്തിൻ്റെ പ്രായോഗിക തലത്തിലേക്ക് ഒരല്പമാണെങ്കിൽ ഒരല്പം ഒരു വ്യക്തിയെ ഉപനയിക്കാൻ സാധിക്കുക. അത് പ്രായോഗികമായ സ്നേഹത്തിലൂടെ സ്ഫുരിക്കും. അത് പ്രായോഗികമായ തിരിച്ചറിവിലൂടെ സ്ഫുരിക്കും. ആ തിരിച്ചറിവും സ്നേഹവും എങ്ങോ വറ്റി വരണ്ടു പോയി നമുക്ക് ഇടക്കാലത്ത്. പതുക്കെ അത് വീണ്ടും ഉറവയായി പൊട്ടുന്നുണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. എത്രയോ മഹാന്മാരുടെ പരിശ്രമം കൊണ്ട് അതിനെ കൂടുതൽ കൂടുതൽ ത്വരിതപ്പെടുത്തുകയാണ് നമ്മുടെയൊക്കെ കർത്തവ്യം. എങ്ങനെ സാധിക്കും അങ്ങനെ? അതെ, നാളെ ഒരു ദിവസം ഒരു സ്ഥലത്ത് കുറേ പേരുള്ളൊരു പ്രഭാഷണമാണ്. 100 കണക്കിന് പേരുണ്ട്. പ്രഭാഷണം ഏകദേശം പകുതിയായി. കുറച്ചൊക്കെ ജനങ്ങൾ നമ്മുടെ കൂടെ പോരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ പറഞ്ഞു, നിങ്ങളെല്ലാവരും ചിദാനന്ദപുരി സ്വാമിക്ക് ഒരു ദക്ഷിണ ചെയ്യണം. എത്ര പേര് തയ്യാറുണ്ട് എനിക്കൊരു ദക്ഷിണ തരാൻ? എല്ലാവരും കൈപൊക്കി. എടേ, ഞാൻ എന്താ ചോദിക്കണമെന്ന് അറിയാണ്ട് നിങ്ങൾ കൈപൊക്കിയതെന്ത്? എല്ലാം താത്തി. നോക്കണേ, ഇവിടെ ഒരു അടിവരയിട്ട് പറയേണ്ടതുണ്ട്, എല്ലാവരും മലയാളികളായിരുന്നു കേട്ടോ. ഒന്നുകൂടി പറയാം, ഇവിടെ ഒരു അടിവരയിട്ട് പറയേണ്ടതുണ്ട്, എല്ലാവരും മലയാളികളായിരുന്നു. നിങ്ങളെല്ലാവരും എനിക്ക് മാസത്തിൽ ഒരു ദിവസം തരണം. അത്രയേ ഉള്ളൂ. 3/4 പേരും വീട്ടും പൊന്തിച്ചു. ഇപ്പം എന്തായാലും മുഴുവനില്ല. ഞങ്ങൾ എന്താ സ്വാമി ചെയ്യേണ്ടത്? ഞങ്ങൾ എപ്പോഴാണ് ആശ്രമത്തിൽ വരേണ്ടത്? നിങ്ങൾ ആശ്രമത്തിലും വരണ്ട, എവിടെയും വരണ്ട. പക്ഷെ ഞാൻ ചോദിക്കുന്ന ദക്ഷിണ തരണം. മാസത്തിൽ ഒരു ദിവസം നിങ്ങളുടെ നാട്ടിൽ, നിങ്ങൾ എവിടെയാണോ അവിടെ ഒരു ജനറൽ ഹോസ്പിറ്റലിൽ ഒന്ന് പോവുക. ഓരോ രോഗിയുടെ അടുത്തും പോവുക. ഒക്കെ ഭേദാവൂട്ടുക, ആശ്വസിപ്പിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആ രോഗിയുടെ അടുത്ത് നിൽക്കുക. ഓം നമഃ ശിവായ, ഓം നമോ നാരായണായ, എന്തെങ്കിലും നാമം ജപിക്കുക. എല്ലാം ഭേദാവൂട്ടുക. മതി. അടുത്ത ബെഡ് പോവുക. 1/2 മണിക്കൂർ മതി, 1 മണിക്കൂർ മതി. ഇങ്ങനെ മാസത്തിൽ ഒരു ദിവസം ആർക്കാ ചെയ്തുകൂടാത്ത? പിന്നെ ഇവിടെ മതപരിവർത്തനം നടക്കും. അവിടെ നമ്മളെല്ലാം ഒന്നാണെന്ന് പ്രസംഗിക്കും. ആത്മാവ് സർവത്തിലും ഒന്നാണ്, ഏകമാണ്, അദ്വിതീയമാണ്. അതിൻ്റെ ജാതി എന്താ? അങ്ങനെ ആരാ? നായരാ? ഈഴവരാ? ഈഴവരിൽ തന്നെ തീയനാണോ ഈഴവരാണോ? നായരിൽ തന്നെ എത്ര ക്യാരറ്റാ? 22 20 18 എത്ര ക്യാരറ്റ് നായരാ? ചിന്തിക്കുക. ഒരു മഹാവ്യാധിയാണ് നമുക്ക്, മഹാവ്യാധി. പറച്ചില്ലോ സർവരിലും കുടികൊള്ളുന്ന ചൈതന്യം ഏകമാണ്, അദ്വിതീയമാണ്. ഒരു കുറവും നമുക്ക് പറയാനില്ല. വേദാന്ത പ്രസംഗങ്ങളെ കൊണ്ട് നാട് നിറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ടോപ്പ് വേദാന്തമായിരിക്കും. ജനിച്ചിട്ടുമില്ല, മരിച്ചിട്ടുമില്ല.
ന ജായതേ മ്രിയതേ വാ കദാചിത്. പിന്നെന്ത് പ്രശ്നം? പക്ഷേ പ്രായോഗിക ജീവിതത്തിൽ നാം ഒന്നെന്നൊരു ഭാവനയെ ഊട്ടിയുറപ്പിക്കാൻ പോലും നമുക്ക് സാധിക്കാത്ത വിധത്തിൽ അധപ്പതിച്ചൊരവസ്ഥാവിശേഷം. അതുകൊണ്ട് സൂത്രേ മണിഗണായിവ എന്ന ഈ വാക്യം ഈ വൈവിധ്യങ്ങളെ മുഴുവൻ ചേർത്ത് കോർത്ത് നിർത്തുന്ന നൂല്, ആ ചരട്, ആ ഏകതയുടെ ശബ്ദം, അതിനെ നമ്മൾ ഉൾക്കൊണ്ട് ആ ഉൾക്കൊള്ളലിൻ്റെ പ്രായോഗികത നമ്മിൽ നിന്ന് വരട്ടെ. സ്നേഹമായി, സേവനമായി, തിരിച്ചറിവായി, ഒരു കണ്ണിനീര് ഒന്ന് ഒപ്പിക്കൊടുക്കാൻ നമ്മളെ കൈ നീളട്ടെ. ഒന്ന് പുറം തൊട്ട് തലോടി കൊടുക്കാൻ നമ്മുടെ കൈ നീളട്ടെ. ഒരു നല്ല വാക്ക് പറയാൻ പോട്ടെ, ഒന്ന് ചിരിക്കാൻ, ബാക്കിയൊക്കെ പോട്ടെ. എല്ലാവരും ഇങ്ങനെ മുഖവും പൊറിപ്പിച്ച് എന്താ ഇങ്ങനെ ചത്തുപോകുമ്പോൾ വെണ്ണീറായി പോണ സാധനം അത്. ചത്തുപോയി കഴിഞ്ഞാൽ ചിരിക്കാനാവുമോ? പിന്നെ ചിരിച്ചാനുള്ള സ്ഥിതി എന്താ? ഞാൻ ഒരാൾ മരിച്ച് കാണാൻ പോയപ്പോൾ ചിരിക്കണത്, ഭഗവാനെ ഞാൻ അപ്പോൾ ഓടും. അതുകൊണ്ട് ഇപ്പം ചിരിക്കുക, പറഞ്ഞ് വെറുതെ പറയുകയല്ല. നമുക്ക് കഴിയുന്നത് ഇതാണ് പ്രായോഗികമായി വേദാന്ത ദർശനത്തിൽ നിന്ന് വരുന്ന പരിണാമം. ഈ പരിണാമം നമ്മളിൽ ഓരോരുത്തരിലൂടെ നമുക്ക് പ്രകടിപ്പിക്കാൻ സാധിച്ചാൽ 10 പേര് മതി. 10 പേര് ഒരു വലിയ പട്ടണത്തിൽ, 100 പേര് വേണ്ട. ഇവിടെ ഇത്രയും സ്ഥലത്ത് വെളിച്ചം തരുന്ന ഇത്ര ട്യൂബുകളല്ലേ ഉള്ളൂ, അത് മതി. പക്ഷേ ഇളകാത്ത ഈ വേദാന്ത നിഷ്ഠയിൽ നമ്മൾ ഉറയ്ക്കണം. അതുകൊണ്ട് ഈ മന്ത്രം നമ്മുടെ ഉള്ളിൽ സദാ മുഴങ്ങട്ടെ. സൂത്രേ മണിഗണായിവ. ആ സൂത്രം പൊട്ടിയാൽ ഒരു മണി അങ്ങോട്ട് പോകും, ഒരു മണി ഇങ്ങോട്ട് പോകും, മറ്റേ മണി അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും, എല്ലാം വെവ്വേറെയാണ്. നമ്മൾ ഒന്നിച്ച് ഒരു മാലയായി നിൽക്കേണ്ട സമയമാണ്. നിർത്തുന്ന ദർശനമാണ് ഈ ഏകത്വ ദർശനം. ഇതിനെക്കുറിച്ച് എത്ര മണിക്കൂറുകൾ പറഞ്ഞാലും തീരില്ല. ചില സൂചനകൾ മാത്രം പറഞ്ഞു. ആ സൂചനകളെ പിൻപറ്റി നല്ലപോലെ വിചാരം ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ടോ ബന്ധപ്പെടാതെയോ ഉള്ള എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കുക. അറിയുന്നതാണെങ്കിൽ അവയ്ക്ക് മറുപടി പറയും. അതിനിടയ്ക്ക് ആ സഭ കൂടുന്നതിന് മുമ്പ് നമുക്ക് നേരത്തെ പറഞ്ഞ പ്രകാരം 2ാമത്തെ സഭയിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അതിനായിക്കൊണ്ട് ഇപ്പോൾ ഇത് ഉപസംഹരിക്കുകയാണ്. വളരെ വളരെ സന്തോഷം. സ്വാമിജി പകർന്നു നൽകിയ മഹത് സന്ദേശങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പകർത്താൻ നമുക്ക് ഭാഗ്യമുണ്ടാവണ്ടേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ വിശിഷ്ടാതിഥിയായ ശ്രീ സാധു രംഗരാജ് സ്വാമിജിയെ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു.